നമസ്കാരം. ന്യൂസ് ടൈംസ് ആരംഭിക്കുകയാണ്. മഴക്കാലം ആരംഭിച്ചിട്ടില്ല, പക്ഷേ അസാധാരണമായ ആരോഗ്യ പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. നിരവധി സാംക്രമിക രോഗങ്ങൾ കടന്നു വരുന്നതിനോടൊപ്പം തന്നെ അപൂർവ രോഗങ്ങളും നിരവധിയാണ്. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ആരോഗ്യവകുപ്പ് മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ പാളിയോ? എവിടെയാണ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് പറ്റിയ പിഴവ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതിനപ്പുറം മറ്റ് പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വാർത്തകളടക്കം കൂടി ന്യൂസ് ടൈംസിൽ പരിശോധിക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം അപൂർവ രോഗങ്ങളുടെ പിടിയിലേക്കാണോ കേരളം നീങ്ങുന്നത്? അമീബിക് മെനിഞ്ചൈറ്റിസിന് പുറമെ വെസ്റ്റ് നൈലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളിലും, രണ്ട് മാരക രോഗങ്ങളിലും മരണവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കേരളം ഒരു ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചത്. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫദ്വയാണ് മരിച്ചത്. ഒരാഴ്ചയായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ഈ രോഗസംശയമുണ്ടായിരുന്ന മറ്റുള്ളവർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രോഗാവസ്ഥകൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല, ആശങ്ക ചെറുതല്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ വിശദീകരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നുമാണ്. പക്ഷേ അങ്ങനെ സജ്ജമാണോ എന്ന ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. CV അനുമോദ് നമുക്ക് മുമ്പ് ചേരും. അതിനു മുമ്പായി തന്നെ എന്താണ് ഈ രോഗാവസ്ഥയിലേക്ക് എത്തിയത്, ഒപ്പം തന്നെ കുടുംബത്തിന്റെ സാഹചര്യം അടക്കം നമുക്ക് പരിശോധിക്കാം. ആ പഞ്ചായത്തിൽ നിന്നുള്ള പ്രസിഡന്റ് പ്രതികരണം കേൾക്കാം. വളരെ പ്രതീക്ഷിക്കാത്ത, ഞങ്ങളെ വളരെ വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കുട്ടി ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുഴയിൽ കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു പ്രശ്നം, ഈ കുട്ടി ശരിക്കും ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. കുട്ടിക്ക് രോഗം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഇനിയെങ്കിലും മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. ഈ മരുന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇനിയെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള ആശങ്ക ആ പ്രദേശത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. തുടക്കത്തിൽ ആരോഗ്യമന്ത്രി അടക്കം വിശദീകരിച്ചതാണ് വിദേശത്ത് നിന്ന് മരുന്നുകൾ എത്തിക്കാനുള്ള സാധ്യത ആരായുമെന്നത്. പക്ഷെ അതിലേക്ക് കാര്യങ്ങൾ നീളുന്നില്ല, അതിന് കാത്തുനിന്നില്ല. പിഞ്ചു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. വെസ്റ്റ് നൈൽ പനിയും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചത്. ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. കേരളത്തിൽ 10 പേർക്കാണ് ഇതുവരെ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന സാഹചര്യവുമുണ്ട്. ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മഴക്കാലം ആരംഭിച്ചിട്ടില്ല, മൺസൂൺ ആരംഭിച്ചിട്ടില്ല. ഇത് വേനൽ മഴയാണ് നടക്കുന്നത്. അതിനിടയിലും ഇത്തരം ശക്തമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഇതിനു പുറമെ മറ്റ് സാംക്രമിക രോഗങ്ങളും കേരളത്തിൽ തലപൊക്കി അതിൻ്റെ ഒരു പീക്കിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ നമുക്ക് പിഴയ്ക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് രോഗം, അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, അതിൻ്റെ ഒരു അപൂർവത, അത് നേരത്തെ ആരോഗ്യവകുപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗമാണ്. പക്ഷേ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നൊരു സൂചനകൾക്കിടയിലാണ് മരണമുണ്ടാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച്? മരുന്നെത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ് അനുമോദ്? മരുന്നില്ലാത്ത ഒരു രോഗാവസ്ഥയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ഇതിന് കൃത്യമായ ഒരു മരുന്ന് ഇന്ന് നാട്ടിലില്ല. ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്തപ്പോഴും മുൻപ് ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ നിലവിലുള്ള അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരവസ്ഥ. ഇത് തലച്ചോറിൽ ഇതിൻ്റെ ഒരു സാന്നിധ്യം, മസ്തിഷ്ക ജ്വരം, അത് ശരീരത്തിൽ പല തരങ്ങളിലാണ്
പല തരത്തിലാണ് അതിൻ്റെ ഈ പ്രതിഫലനം ഉണ്ടാകുന്നത്. അത് പല രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ രോഗാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സമാനമായ സാഹചര്യത്തിന് ചികിത്സ നൽകുക എന്നല്ല, ലക്ഷണങ്ങൾക്ക് ചികിത്സ നൽകുക എന്നതല്ലാതെ ഈ മസ്തിഷ്ക ജ്വരത്തിന്, അതായത് ഈ അമീബ കാരണം തലച്ചോറിലുണ്ടായ ഈ ഒരു പ്രശ്നത്തിന് ചികിത്സ നൽകുവാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു രോഗബാധ ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, അതുപോലെ കാഴ്ച നഷ്ടമാകും, അങ്ങനെയുള്ള പല തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥകൾക്കൊക്കെ ചികിത്സ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന അമീബയെ അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഒരു ചികിത്സ നൽകുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ലഭ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്നതൊരു സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ അതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച മുനീർ, 18-ാം വാർഡിലെ മെമ്പർ മുനീർ പറഞ്ഞതും ഇതിൽ ലഭ്യമാകുന്ന ഈ മരുന്ന് ലഭ്യമാക്കുവാൻ വിദേശത്തു നിന്നുള്ള മരുന്ന് എത്തിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും എന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ദുഃഖകരമായ ഒരു സാഹചര്യം അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അസുഖം ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുൻപ് പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെയാണ് അമീബിക് മനഞ്ചൈറ്റിസ് എന്ന രോഗാവസ്ഥ അതുണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ഡോക്ടർ അനൂപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ് ഒന്ന് ഹോൾഡ് ചെയ്യാം.